ഹലോ ഹായ്, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എടാ, അപ്പോൾ ഇന്ന് തൊട്ട് നമ്മൾ PQ പോയിന്റിൻ്റെ ആദ്യത്തെ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ എടാ, അപ്പോൾ ഇതിൽ SSC RRB പരീക്ഷകൾ ഏതു പരീക്ഷയാകട്ടെ, അഗ്നിവീർ, RRB യുടെ പരീക്ഷകൾ, അങ്ങനെ ഏത് പരീക്ഷയും ആയിക്കോട്ടെ. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ടൊക്കെ പരീക്ഷ എഴുതുന്ന ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു സെക്ഷനാണ് നമ്മുടെ ഈ ഒരു PQ പോയിന്റ് എന്ന് പറയുന്ന സെക്ഷൻ. ഓക്കെ, അപ്പോൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് ക്ലാസ് കൃത്യം 7 മണിക്ക് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, പിന്നീട് ഒരു എടുത്തു പറയേണ്ട കാര്യം, ഇപ്പോൾ ആദ്യമായിട്ട് പരീക്ഷ എഴുതുന്ന ആൾക്കാർക്കും അതുപോലെ തന്നെ പരീക്ഷ നമ്മൾ എഴുതി നടക്കുന്ന ആൾക്കാർക്കും ഒക്കെ, അതായത് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും എല്ലാം ഉപകാരപ്പെടുന്ന രീതിയിൽ തന്നെയായിരിക്കും ക്ലാസ് എടുക്കുക. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ ഒരു സെക്ഷനകത്ത് ഉൾക്കൊള്ളുക. പിന്നീട് ഒരു കാര്യം, ഇത് മാത്രം പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ട് പോകരുത്. ഓക്കെ, നമ്മൾ തരുന്ന ക്ലാസ്സുകളും അല്ലാതെ നിങ്ങളുടെ കയ്യിലുള്ള മെറ്റീരിയൽസും എല്ലാം കൂടെ ചേർത്തിട്ട് വെച്ച് പഠിക്കുക. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കറണ്ട് അഫേഴ്സാണ്. ഓക്കെ, കറണ്ട് അഫേഴ്സിൽ നമുക്ക് കറണ്ട് അഫേഴ്സ് PQ ചോദിച്ച സെക്ഷൻസിൽ നിന്ന് നമ്മൾ കുറച്ച് ടോപ്പിക്സ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു ടോപ്പിക്സ് ആയിരിക്കും ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ക്ലാസ്സിൽ പറയുന്നത്. ഓക്കെ എടാ, അപ്പോൾ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ 2-3 കാര്യങ്ങൾ. നമുക്കിപ്പോൾ RRBയുടെ നോട്ടിഫിക്കേഷൻ അടുത്ത് വരികയാണ്. NTPCയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ വരികയാണ്. ഓക്കെ, അപ്പോൾ അതിലേക്ക് അഡ്മിഷൻ താല്പര്യമുള്ളവർ നമ്മളെ കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ SSC GDയുടെ ടെർബോ ബാച്ച്, നമ്മൾ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ബുധനാഴ്ചയാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമുക്ക് കറണ്ട് അഫേഴ്സ് ആണ്. നമുക്ക് ആദ്യം അപ്പോയിൻമെന്റ്സ് നമുക്ക് നോക്കാം. എല്ലാ പരീക്ഷയ്ക്കും ഒരു 80% ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് അപ്പോയിൻമെന്റ്സ്. ഓക്കെ, അതായത് ന്യൂലി അപ്പോയിൻമെന്റ്സ്, പുതുതായിട്ട് നിയമിച്ച വ്യക്തികൾ. ഓക്കെ എടാ, അപ്പോൾ നമുക്ക് ഈ RRB പരീക്ഷയ്ക്കൊക്കെ ഏറ്റവും കൂടുതൽ RRB SSC പരീക്ഷയ്ക്കൊക്കെ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് SBI ബാങ്ക് പോലുള്ള വലിയ വലിയ ബാങ്കുകളുണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് നിന്ന് ആരെങ്കിലുമൊക്കെ മാറുന്നുണ്ട് എങ്കിൽ, അതിൻ്റെ ചെയർമാനൊക്കെ ആരെങ്കിലും മാറുന്നുണ്ട് എങ്കിൽ അത് പരീക്ഷയ്ക്ക് ചോദിക്കും. ഓക്കെ, അപ്പോൾ SBIയുടെ പുതിയ ചെയർമാൻ ആര് എന്ന് ചോദിക്കുകയാണ് എങ്കിൽ, SBIയുടെ ഇത് എസ് ആണ് കേട്ടോ, 5 കൊല്ലം നടക്കുന്നത്. ഓക്കെ, SBIയുടെ പുതിയ ചെയർമാൻ ആര് എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഓക്കെ, CH ഷെട്ടി. ഓക്കെ, CH ഷെട്ടി എന്ന് പറയുന്ന വ്യക്തിയാണ്. ഈ പറയുന്ന പുള്ളിക്കാരൻ ഓക്കെ SBIയുടെ പുതിയ ചെയർമാനാണ്. ഇപ്പോൾ തന്നെ പഠിച്ചു പോകണം, ഇപ്പോൾ തന്നെ പഠിച്ചു പോവുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ പോയിന്റ് പറഞ്ഞത് SBIയുടെ ചെയർമാൻ ആരാണ്? SH ഷെട്ടി ആണെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി അടുത്തത് ഇന്ത്യയുടെ പുതിയ വിദേശകാര്യ സെക്രട്ടറി. ഓക്കെ, അതായത് ന്യൂലി അപ്പോയിൻമെന്റ് ആയിട്ടുള്ള വിദേശകാര്യ സെക്രട്ടറി, അല്ലെങ്കിൽ അതിനെ നമുക്ക് വിദേശകാര്യ സെക്രട്ടറി, ഹോം. ഓക്കെ, വിദേശകാര്യ സെക്രട്ടറി അത് ആരാടാ? വിക്രം മിശ്രി എന്ന് പറയുന്ന വ്യക്തിയാണ്. വിക്രം മിശ്രി. ഓക്കെ എടാ, അപ്പോൾ ഈ ഒരു 2 പോയിന്റ് മറക്കരുത്. ഓക്കെ, ഒന്ന് ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ആണെന്ന് പറയണം. SBI എടാ, ഇത് കൺഫേം ആണ്. ഈ വരുന്ന RRB പരീക്ഷയ്ക്ക് ഏതെങ്കിലും RRBയുടെ NTPCയോ നിങ്ങളിപ്പോൾ എഴുതാൻ പോകുന്ന ഇതുണ്ടല്ലോ ALP, അതിനോ ഏത് പരീക്ഷയ്ക്കായിരുന്നാലും ഈ ഒരു ചോദ്യം ഏതെങ്കിലും ഒരു ഷിഫ്റ്റിനോ ഉണ്ടായിരിക്കും. ഓക്കെ, ശരി എടാ, അപ്പോൾ 2 ചോദ്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആര് എന്ന് ചോദിക്കും. അതായത് 2024 പുതിയ പ്രിൻസിപ്പൽ സെക്രട്ടറി ചുമതല ഏറ്റിട്ടുണ്ട്. പുള്ളിക്കാരൻ്റെ പേര് ആരാണെന്ന് ചോദിക്കും. അപ്പോൾ പുള്ളിക്കാരൻ്റെ പേരാണ് PK മിശ്ര. ഓക്കെ, PK മിശ്ര എന്ന് പറയണം. PK മിശ്ര. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു മിശ്രി പറഞ്ഞു. ഈ മിശ്രി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ പുതിയ വിദേശകാര്യ സെക്രട്ടറി ആണ് എന്ന് പറയണം, വിക്രം മിശ്രി. ഓക്കെ അല്ലേ? അപ്പോൾ ഈ പറയുന്ന PK മിശ്ര ആരാ? 2024 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് ചുമതലയേറ്റ വ്യക്തിയാണ്. ഓക്കെ ഇവിടെ ഇനി അടുത്ത് പറയുന്നത്
അനാമിക അനാമിക ബി രാജീവ്. അനാമിക ബി രാജീവ്. ഈ അനാമിക ബി രാജീവ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നാവികസേനയുടെ ആദ്യത്തെ വനിതാ പൈലറ്റ് ആണ് ആര്? ഹെലികോപ്റ്ററിന്റെ വനിതാ പൈലറ്റ് ആണ് ആര്? ഈ അനാമിക ബി രാജീവ്. അനാമിക ബി രാജീവ്. ഓക്കെ, ഇന്ത്യൻ നാവികസേനയുടെ ആദ്യത്തെ വനിതാ ഹെലികോപ്റ്റർ പൈലറ്റായി നിയമിതനായ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? അനാമിക രാജീവ്. ഓക്കെ, നേവിയുടെയാണ്. ഓക്കെ, നേവിയുടെ ആളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട 3-4 പോയിന്റ് പറഞ്ഞു. ഇതിൽ 5 സ്റ്റാർ ചോദ്യമാണ് ഈ മുകളിൽ കൊടുത്തിരിക്കുന്നത്. ഇതും ഈ പറഞ്ഞിരിക്കുന്ന അനാമിക ബി രാജീവ്. ഓക്കെ, ഇത് രണ്ടും നമുക്കൊരു 5 സ്റ്റാർ ചോദ്യമായിട്ട് പരിഗണിക്കും. കാരണം ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു വനിതാ പൈലറ്റ്, ഹെലികോപ്റ്റർ പൈലറ്റ് നേവിയുടെ ഭാഗത്തുണ്ടാകും. ഓക്കെ, അപ്പോൾ അത് പരീക്ഷയ്ക്ക് ചോദിക്കും. അതുപോലെ SBI ഒക്കെ ചോദിക്കുന്നുണ്ട്. SBI ചോദിക്കും, കാനറ ബാങ്ക് ചോദിക്കും. എല്ലാ ബാങ്കുകളുടെയും ആൾക്കാരെ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഓക്കെ, ശരി. അപ്പോൾ ഇനി അടുത്ത നമുക്ക് നോക്കാം. അടുത്ത് ട്രായ്, TRAI, ട്രായുടെ സെക്രട്ടറി, പുതിയ സെക്രട്ടറി ആര് എന്ന് ചോദിക്കും. ട്രായുടെ പുതിയ സെക്രട്ടറി ആര് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതുൽ കുമാർ ചൗധരി. ഓക്കെ, അതുൽ കുമാർ ചൗധരിയാണ്. ഓക്കെ, അതുൽ കുമാർ ചൗധരിയാണ്. ഓക്കെ, അപ്പോൾ ട്രായുടെ സെക്രട്ടറിയായി ചുമതലയേറ്റ വ്യക്തി ആര് എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തുത്തരം പറയണം? അതുൽ കുമാർ ചൗധരി എന്ന് പറയണം. ഓക്കെ, അതുൽ കുമാർ ചൗധരി എന്ന് പറയണം. ഓക്കെ അല്ലേ? ഓക്കെ, എടാ, അപ്പോൾ നമ്മളിപ്പോ പറഞ്ഞത് SBIയുടെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. പുതിയ ആള് CH ഷെട്ടി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞത് ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ വിക്രം മിശ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞത് 2024 PK മിശ്രയുടെ കേസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, PK മിശ്ര പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആണ്. ഓക്കെ, പിന്നെ അനാമിക രാജീവ് നേവിയുടെ ആദ്യത്തെ ഹെലികോപ്റ്റർ പൈലറ്റ് ആണ്. പിന്നെ നമ്മൾ ട്രായിയുടെ ചെയർമാൻ പറഞ്ഞു, അതുൽ കുമാർ ചൗധരി ആണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത്രയും ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്പോയിൻമെന്റ്സ്. കഴിഞ്ഞിട്ടില്ല. ഓക്കെ, കഴിഞ്ഞിട്ടില്ല. ഇനി പരീക്ഷയ്ക്ക് ചോദിക്കും സ്പേസ് ഇന്ത്യയുടെ പുതിയ ബ്രാൻഡ് അംബാസഡർ ആര് എന്ന് ചോദിക്കണമെങ്കിലോ സഞ്ജന സംഘി. ഓക്കെ, സഞ്ജന സംഘി ആണെന്ന് പറയാം. ഓക്കെ, പുള്ളി BJP കാരി അങ്ങനെയൊന്നുമല്ല ഞാൻ പറയുന്നത്, പുള്ളിയുടെ പേരാ. ഓക്കെ, സ്പേസ് ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസഡർ സഞ്ജന സംഘി എന്ന് പറയണം. ഓക്കെ, ഇനി അടുത്ത ഒരു ചോദ്യമാണ്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ നമുക്ക് ഇന്ത്യൻ ഹോക്കി ടീം ഇപ്പോൾ ഏകദേശം ഫൈനലൊക്കെ കടന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ സ്വർണമോ വെള്ളിയോ വെങ്കലമോ ഏതാണ് എന്ന് മാത്രം ഇനി നമുക്ക് തീരുമാനിച്ചാൽ മതി. ആ ഒരു ലെവലിലോട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരു ചോദ്യം എന്തായിരുന്നാലും പരീക്ഷയ്ക്ക് ചോദിക്കും. വനിതാ ഹോക്കിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ചോദിക്കും. കാരണം അവിടുത്തെ പരിശീലകൻ ഇപ്പൊ മാറിയിട്ടുണ്ട്. ഓക്കെ, ഇന്ത്യൻ വനിതാ ഹോക്കി ടീം പരിശീലകൻ ആര് എന്ന് ചോദിക്കുകയാണ് എങ്കിൽ ഹരേന്ദ്ര സിംഗ്. നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കേണ്ടത്, വനിത എന്ന് കേൾക്കുമ്പോൾ വനിതയുടെ പേര് ചിലപ്പോൾ ഈ ഓപ്ഷനകത്ത് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ ആലോചിക്കുക, വനിത ഹോക്കി ടീമിൽ പോയിരിക്കുന്നത് ഒരു പുരുഷനാണ്. ഓക്കെ, പരിശീലകനായിട്ട് പോയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒന്ന് ആലോചിച്ച് വെച്ചിരുന്നാൽ മതി. അപ്പോൾ വനിതാ ഹോക്കി ടീമിന്റെ പരിശീലകൻ ഹരേന്ദ്ര സിംഗ് എന്ന് പറയുന്ന വ്യക്തിയാണ്. ഓക്കെ, ഹരേന്ദ്ര സിംഗ് എന്ന് പറയുന്ന വ്യക്തിയാണ്. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ശരി.
ഇനി അടുത്തൊരു ചോദ്യമാണ്, അടുത്തൊരു 5 സ്റ്റാർ ചോദ്യം ആണ് പറയാൻ പോകുന്നത്. 2024 ഓക്കെ, ഇപ്പോൾ 2024 വനിതാ ദിനത്തിൽ അല്ലെങ്കിൽ വിമൻസ് ഡേക്ക് വനിതാ ദിനത്തിൽ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട എഴുത്തുകാരി ആര് എന്ന് ചോദിക്കണമെങ്കിൽ സുധാ മൂർത്തി. ഓക്കെ, സുധാ മൂർത്തിയാണ്. ഓക്കെ, 2024 വനിതാ ദിനത്തിൽ നോമിനേഷൻ ചെയ്യപ്പെട്ട, രാജ്യസഭയിലേക്ക് നോമിനേഷൻ ചെയ്യപ്പെട്ട എഴുത്തുകാരി ആര് എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തുത്തരം പറയണോടാ? സുധാ മൂർത്തി എന്ന് ഉത്തരം പറയണം. സുധാ മൂർത്തി. ഓക്കെ, പിന്നെ അതുപോലെ കേന്ദ്ര സെൻട്രൽ ഷെഡ്യൂള് ട്രൈബ്സ് കമ്മീഷന്റെ ചെയർമാൻ, പട്ടികജാതി കമ്മീഷന്റെ ചെയർമാൻ ആരാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ കിഷോർ മക്വാന. ഓക്കെ, 7ാമത്തെ വ്യക്തിയാണ് കേട്ടോ, 7ാമത്തെ വ്യക്തിയാണ്. ഓക്കെ, അപ്പോൾ ഷെഡ്യൂൾ ട്രൈബ്സ് അല്ല, ഷെഡ്യൂൾ കാസ്റ്റ്. ഓക്കെ, പട്ടികജാതി അല്ലെങ്കിൽ ഷെഡ്യൂൾ കാസ്റ്റ്. അതിന്റെ ചെയർമാനാണ് കിഷോർ മക്വാന എന്ന് പറയുന്നത്, 7ാമത്തെ വ്യക്തിയാണ്. ഓക്കെ, ഇനി കമ്മീഷനിലെ മറ്റ് അംഗങ്ങൾ ഇരുന്നോട്ടെ, നമുക്ക് ആവശ്യമില്ല, എന്നാൽ ഇരുന്നോട്ടെ. ഓക്കെ, ലവ് കുഷ് കുമാർ എന്ന് പറയുന്ന വ്യക്തിയുണ്ട്. വഠേപ്പള്ളി രാംചന്ദർ. ഓക്കെ, വഠേപ്പള്ളി രാംചന്ദർ. ഓക്കെ, ഇത്രയും ആണ് ഈ പറയുന്ന കമ്മീഷന്റെ അംഗങ്ങൾ. ഓക്കെ, ഇതില് ഈ പറയുന്ന ലവ് കുഷ് കുമാർ ഉണ്ടല്ലോ, ഈ പുള്ളി ആയിരിക്കും ഇനി അടുത്ത ചെയർമാനായിട്ട് പോകുന്നത്. ഇനി അടുത്ത ഇതിൽ തമ്മിൽ ആർക്കാണ് സർവീസ് കൂടുതൽ അവരായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇനി അടുത്ത് ഒരിതായിട്ട് പോവുക, മേജർ ആയിട്ടുള്ള ആളായിട്ട് പോവുക. ഓക്കെ, ശരി. ഇനി പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഷെഡ്യൂള് കാസ്റ്റ് കമ്മീഷന്റെ അല്ലെങ്കിൽ ഈ പറയുന്ന പട്ടികജാതി കമ്മീഷന്റെ 6ാമത്തെ ചെയർമാൻ ആരായിരുന്നു എന്ന് പേർക്കുകയാണെങ്കിൽ വിജയ് സാപ്ല. ഓക്കെ, വിജയ് സാപ്ല എന്ന് പറയുന്ന വ്യക്തിയാണ്. ഈ പുള്ളിക്കാരനാണ് ഇവരുടെ 6ാമത്തെ, ഇവർ ഈ പറയുന്ന ലവ് കുഷ് കുമാറിന് മുന്നേയുള്ള വ്യക്തി. ഓക്കെ, 6ാമത്തെ വ്യക്തി. അപ്പോൾ മറക്കരുത്, ഇത് പരീക്ഷയ്ക്ക് ചോദിക്കും. ഓക്കെ, പിന്നെ ഇപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ പറ്റിയ ഒരു സംഭവമാണ് NDRF. ഓക്കെ, നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ്. ഓക്കെ, അതിന്റെ പുതിയ ഡയറക്ടർ ആരാണ് എന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ എന്തിനെന്ന് പറയണം? പീയൂഷ് ആനന്ദ്. ഓക്കെ, പീയൂഷ് ആനന്ദ് എന്ന് പറയുന്ന വ്യക്തിയാണ്. ഓക്കെ, അപ്പോൾ NDRFന്റെ ഡയറക്ടർ, പുതിയ ഡയറക്ടർ ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഡയറക്ടർ ജനറൽ ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ പീയൂഷ് ആനന്ദ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പോൾ അത് മറക്കരുത്. ഓക്കെ, പീയൂഷ് ആനന്ദ് എന്ന് പറയുന്ന വ്യക്തിയാണ്. ഓക്കെ, പിന്നെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ പറ്റിയ ഒരു ചോദ്യമാണ് ഇന്ത്യൻ ആർമിയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ കരസേനയുടെ ഉപമേധാവി അല്ലെങ്കിൽ വൈസ് ജനറൽ അങ്ങനെ കണ്ടു. ഓക്കെ, അപ്പോൾ ഉപമേധാവി പുള്ളി അറിയപ്പെടുന്നത് അതിൽ തന്നെയുണ്ട്, ഉപേന്ദ്ര ദ്വിവേദി. ഓക്കെ, ഉപമേധാവി ആയതുകൊണ്ട് പുള്ളിക്കാരന്റെ പേരെന്താ? ഉപേന്ദ്ര ദ്വിവേദി. ഓക്കെ, ഉപേന്ദ്ര ദ്വിവേദി എന്ന് പറയണം, ഉപേന്ദ്ര ദ്വിവേദി. ഓക്കെ, ഇന്ത്യൻ കരസേനയുടെ ഉപമേധാവിയാണ് ആരെന്ന് പറയുന്നത്? ഉപേന്ദ്ര ദ്വിവേദി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേടാ? ഓക്കെ, അപ്പോൾ ഇത്രയും
ഇത്രയും നമ്മൾ അപ്പോയിൻമെന്റുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. ഓക്കെ, ഇനി ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ ഉണ്ട്. എടാ, ഒന്ന് കേന്ദ്ര ലളിതകലാ അക്കാദമി ചെയർമാൻ, കേന്ദ്ര ഫോക്ലോർ ലളിതകലാ അക്കാദമി ചെയർമാൻ ആരാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ വി നാഗ്ദാസ്. ഓക്കെ, വി നാഗ്ദാസ് എന്ന് പറയുന്ന വ്യക്തിയാണ്. ഓക്കെ, അപ്പോൾ അത് മറക്കില്ലല്ലോ. ഓക്കെ, എടാ, പിന്നീട് ഈ പറയുന്ന ഇപ്പോൾ കർണാടകയിലെ ഒരു തെരഞ്ഞെടുപ്പ് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഒരു കുറച്ച് നാൾ മുമ്പ്. ഓക്കെ, അപ്പോൾ അവിടുത്തെ ഒരു കാര്യം പരീക്ഷയ്ക്ക് എന്തായിരുന്നാലും ചോദിക്കും. ഓക്കെ, കാരണം അവിടുത്തെ നമ്മുടെ തൊട്ട് അയൽ സംസ്ഥാനമാണ് കർണാടക. അപ്പോൾ അവിടെയുമായിട്ട് നടക്കുന്ന എന്ത് കാര്യങ്ങളായിട്ടുണ്ടായിരുന്നാലും നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. ഓക്കെ, അപ്പോൾ കർണാടക നിയമസഭാ സ്പീക്കറായിട്ട് ഈ അടുത്ത കാലത്ത് ചുമതലയേറ്റ ആരെന്ന് ചോദിക്കും. ഓക്കെ, കർണാടക നിയമസഭാ സ്പീക്കർ. ഓക്കെ, പുള്ളി ഒരു മലയാളിയാണ്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പുള്ളി ഒരു മലയാളിയാണ്, കർണാടകയിലെ സ്പീക്കറായിട്ട് ചുമതലയേറ്റ വ്യക്തി. ഓക്കെ, ആ പുള്ളിയുടെ പേരാണ് യു.ടി. ഖാദർ. ഓക്കെ, യു.ടി. ഖാദർ എന്ന് പറയണം. യു.ടി. ഖാദർ. ഓക്കെ, യു.ടി. ഖാദർ. ഓക്കെ, പുള്ളിയാണ് കർണാടക നിയമസഭ സ്പീക്കറായിട്ട് തെരഞ്ഞെടുപ്പ്. ഓക്കെ, നമ്മളിപ്പോൾ അപ്പോയിൻമെന്റ്സ് നമ്മൾ ഒരു 8-10 നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ അപ്പോയിൻമെന്റ്സ് എന്തായിരുന്നാലും പരീക്ഷയ്ക്ക് ചോദിക്കും. ഇതിൽ നിന്നൊരു 3 ചോദ്യം എന്തായിരുന്നാലും പരീക്ഷയ്ക്ക് ചോദിക്കും. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ലോക്സഭ ഇലക്ഷനെ പറ്റിയിട്ടാണ്. ഓക്കെ, ലോക്സഭ ഇലക്ഷൻ. ഓക്കെ, നമുക്കറിയാം, നമ്മൾ കുറച്ച് 2-3 മാസത്തിന് മുന്നേ നമ്മളെല്ലാവരും ഇലക്ഷന് വോട്ടൊക്കെ ചെയ്തിട്ട് വന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്ത് പഠിക്കാനുള്ളത് കേന്ദ്ര മന്ത്രിസഭ അല്ലെങ്കിൽ ഇലക്ഷനെ പറ്റിയിട്ടാണ്. ഓക്കെ, 18ാം ലോകസഭ. ഓക്കെ, 18ാമത്തെ ലോക്സഭ. ഈ ലോക്സഭ ഈ പറയുന്ന 18ാമത്തെ ലോക്സഭ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത ഡേറ്റ് എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യപ്രതിജ്ഞ. ഓക്കെ, ഞാൻ ഷോർട്ട് ഫോം ആയിട്ട് എഴുതി. ഓക്കെ, സത്യപ്രതിജ്ഞ ചെയ്തത് 2024 ജൂൺ മാസം 9-ാം തീയതിയാണ്. ഓക്കെ, 2024 ജൂൺ മാസം 9-ാം തീയതിയാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ഓക്കെ, ആകെ ഉള്ളത് പ്രധാനമന്ത്രിയും 30 ക്യാബിനറ്റ് മന്ത്രിമാര്, 5 സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിമാര്. ഓക്കെ, പിന്നീട് 36 സഹമന്ത്രിമാര്. അങ്ങനെ ടോട്ടൽ 72 പേരാണ് ഈ പറയുന്ന മന്ത്രിസഭയ്ക്കകത്ത് ഉള്ളത്. ഓക്കെ, ഈ പറയുന്ന മന്ത്രിസഭയ്ക്കകത്ത് ഉള്ളത്. ഇതിൽ ഏറ്റവും പ്രായം കൂടിയ മന്ത്രി ആര് എന്ന് ചോദിക്കുകയാണെങ്കിൽ ജിതിൻ റാം മാഞ്ചി. ഓക്കെ, ജിതിൻ റാം മാഞ്ചി എന്ന് പറയണം. ഇനി ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണെങ്കിലോ, പ്രായം കുറഞ്ഞ വ്യക്തി അല്ലെങ്കിൽ പ്രായം കുറഞ്ഞ മന്ത്രി കെ റാം മോഹൻ നായിഡു. ഓക്കെ, ഇതാണ് ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രി. ഓക്കെ, ഇനി പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് വനിതാ മന്ത്രിമാർ എത്ര പേരുണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ 7 പേരാണ് വനിതാ മന്ത്രിമാരുള്ളത്. ഇതിൽ ക്യാബിനറ്റ് പദവി ഉള്ളത് 2 പേർക്കാണ്. ഒന്ന് അന്നപൂർണ ദേവി, മറ്റൊന്ന് നിർമ്മല സീതാരാമൻ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത്
സത്യപ്രതിജ്ഞ ചെയ്തത് നമ്മൾ പറഞ്ഞു 2024 ജൂൺ മാസം 9-നാണെന്ന് പറഞ്ഞു. ആകെ 72 മന്ത്രിമാരാണ് ക്യാബിനറ്റ് ഇതിനകത്തുള്ളതെന്ന് പറഞ്ഞു. പ്രായം കൂടിയ വ്യക്തി ജിതിൻ റാം മാഞ്ചി ആണെന്ന് പറഞ്ഞു. പ്രായം കുറഞ്ഞ വ്യക്തി നമ്മൾ പറഞ്ഞത് കെ റാം മോഹൻ നായിഡു ആണെന്ന് പറഞ്ഞു. ഓക്കെ, വനിതാ മന്ത്രിമാർ 7 പേരുണ്ടെന്ന് പറഞ്ഞു. അതിൽ അന്നപൂർണ ദേവി, നിർമ്മല സീതാരാമൻ ഇവർ രണ്ടുപേർക്കാണ് ക്യാബിനറ്റ് പദവി ഉള്ളതെന്ന് പറഞ്ഞു. ഓക്കെ ഓക്കെ ഡാടാ, ഇതില് നമുക്ക് നരേന്ദ്രമോദി എന്ന് പറയുന്നത് നമ്മുടെ PM ആണ്. ഓക്കെ, PM നരേന്ദ്രമോദിയാണ്. ഓക്കെ, അറിയാലോ, PM നരേന്ദ്രമോദി. ഇതില് പുള്ളിക്കാരന് ഇതിനകത്ത് ബഹിരാകാശം, പിന്നീട് ആണവോർജം, ന്യൂക്ലിയർ പോലുള്ള സംഭവങ്ങൾ, പിന്നെ സുപ്രധാന നയവിഷയങ്ങൾ, ഓക്കെ, നയവിഷയങ്ങൾ, മറ്റ് മന്ത്രിമാർക്കില്ലാത്ത പദവികളും ഇതിനകത്ത് പുള്ളിക്കാരന് ഉണ്ട്. ഓക്കെ, ഇനി പ്രതിരോധം അല്ലെങ്കിൽ ഡിഫൻസ് രാജ്നാഥ് സിംഗ്. ഓക്കെ, ഇനി ഹോം അഫേഴ്സ് അല്ലെങ്കിൽ ആഭ്യന്തരം അമിത് ഷായ്ക്കാണ് ഉള്ളത്. പിന്നെ അതുപോലെ നിതിൻ ഗഡ്കരിക്ക് പുള്ളിക്കാരനുള്ളത് റോഡ് ഗതാഗതം, റോഡ് ഹൈവേ പോലെയുള്ള സംഭവമാണ്. ഓക്കെ, നിതിൻ ഗഡ്കരി. അടുത്ത് ജഗത് പ്രകാശ് നദ്ദ, ആരോഗ്യമാണ്. ആരോഗ്യം, കുടുംബക്ഷേമം, രാസവളം. ഓക്കെ, രാസവളം. ശിവരാജ് സിംഗ് ചൗഹാൻ, കൃഷി, കർഷക ക്ഷേമം. ഓക്കെ, പിന്നെ ഗ്രാമവികസനം. ഓക്കെ, അടുത്ത് നിർമ്മല സീതാരാമൻ, ധനകാര്യം, കോർപ്പറേറ്റ്. ഓക്കെ, പിന്നെ മനോഹർ ലാൽ ഖട്ടർ, ഭവനം, നഗരകാര്യം, ഊർജം. ഓക്കെ, ഊർജം. ഓക്കെ, അടുത്ത HD കുമാരസ്വാമി, ഘനവ്യവസായം, സ്റ്റീൽ. ഓക്കെ, അടുത്ത ആളാണ് രാജീവ് രഞ്ജൻ സിംഗ്. ഓക്കെ, അത് പഞ്ചായത്തി രാജ്, ഫിഷറീസ്. ഓക്കെ, മൃഗപരിപാലനം, ഇതൊക്കെ ഉണ്ട് കേട്ടോ. മൃഗപരിപാലനം ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. ഓക്കെ, അടുത്ത് സർബാനന്ദ സോനോവാൾ, തുറമുഖം, ജലഗതാഗതം, ഷിപ്പ്യാർഡ്. ഓക്കെ, ഷിപ്പ്യാർഡ്. വീരേന്ദ്രകുമാർ, സാമൂഹിക നീതി അല്ലെങ്കിൽ
സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് എന്ന് പറയാം. ഓക്കെ, അടുത്ത കെ റാം മോഹൻ നായിഡു, വ്യോമയാനം. ഓക്കെ, വ്യോമയാനം. പിന്നെ പ്രഹ്ലാദ് ജോഷി, ഭക്ഷ്യ പൊതു വിതരണം. ഓക്കെ, ഭക്ഷ്യ പൊതു വിതരണം. ഓക്കെ എടാ, ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോസ്റ്റുകളാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, പോസ്റ്റുകളാണ് പറഞ്ഞത്, എങ്ങനെയെങ്കിലുമൊക്കെ പഠിച്ചെടുക്കുക. ഓക്കെ, പിന്നീട് റെയിൽവേ ഉണ്ട്. റെയിൽവേ ഉണ്ട് ഒറ്റ മിനിറ്റ്. റെയിൽവേ മിനിസ്റ്റർ ഉണ്ട്, പരീക്ഷയ്ക്ക് ചോദിക്കും. രവനീത് സിംഗ് ബിട്ടു. ഓക്കെ, റെയിൽവേ. അടുത്ത് ദുർഗാദാസ് ഉയികെ. ഓക്കെ, ആദിവാസി കാര്യമാണ്. ഓക്കെ, ആദിവാസി ഇതുള്ള സംഭവം, ആദിവാസി കാര്യം. ഓക്കെ, നിഖിൽ ഖഡ്സെ, യുവജനകാര്യ, കായികം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പരീക്ഷയ്ക്ക് വരും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് വായിക്കുക, പഠിക്കുക. ഓക്കെ, പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കാര്യങ്ങളാണ്. ന്യൂലി അപ്പോയിൻമെന്റ്സ് എന്ന് പറയുന്ന സംഭവങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ 18ാമത്തെ ലോക്സഭ. ഓക്കെ, ഇതിൽ നിന്ന് പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും മാർക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിത് ആദ്യത്തെ സെക്ഷനാണ്. ഇനി ഒരുപാട് ക്ലാസ്സുകൾ, എല്ലാ ദിവസവും ഓരോ ക്ലാസ് വീതമാണ് നമ്മളിത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് കറണ്ട് അഫയേഴ്സ് ആണെങ്കിൽ നാളെ മാത്സ് ആയിരിക്കും, അല്ലെങ്കിൽ നാളെ റീസണിങ് ആയിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സബ്ജക്റ്റ് ആയിരിക്കും, ഇംഗ്ലീഷ് ആയിരിക്കും. അങ്ങനെ ഓരോ ദിവസം ഓരോ സബ്ജക്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. പിന്നെ ഒരു കാര്യം, നമ്മൾ പ്രീവിയസിൻ്റെ അടിസ്ഥാനത്തിൽപ്പെടുത്തിയായിരിക്കും ക്ലാസ്സുകൾ അവതരിപ്പിക്കുന്നത്. ഓക്കെ, പിന്നെ കറണ്ട് അഫയേഴ്സ് ആയതുകൊണ്ടാണ് നമ്മളിന്ന് പ്രീവിയസ് ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യാതെ നമ്മൾ ഇങ്ങനെ പ്രീവിയസ് ടോപ്പിക്ക് മാത്രം എടുത്തു പോയത്. അടുത്ത ദിവസം തൊട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് എക്സ്പ്ലനേഷൻസ് എന്ന മോഡലിലായിരിക്കും പോവുക. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് മാക്സിമം എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത ക്ലാസ് കാണാം. അതൊരു എല്ലാവർക്കും